ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഒരു ഇംഗ്ലീഷ് വേർഡിൻ്റെ ശരിയായ അർത്ഥം ഞാൻ നിങ്ങൾക്ക് ഹാസ്യരൂപേണ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്നും കേൾക്കുന്നൊരു വേർഡാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അതായത് മിനിസ്ട്രി ലെവലിലൊക്കെ നിങ്ങൾക്കറിയാം, സ്റ്റേറ്റും സെൻട്രൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പം അവർ തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കും, പേഴ്സണലായി സംസാരിക്കും. ലാസ്റ്റ് എന്തെങ്കിലും ഫ്ലാപ്പ് ആയി കഴിഞ്ഞാൽ ഉടനെ അതിന് റീസൺ പറയും, എന്തെന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇറ്റ് ഈസ് ഡ്യൂ ടു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അതൊരു എക്സ്ക്യൂസാണ്. കറക്റ്റ്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്? ഞാൻ ഡിക്ഷണറിയിൽ നോക്കി, അങ്ങനെ ഒരു വേർഡ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നൊരു വേർഡ് ഡിക്ഷണറിയിൽ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്? ഇതൊരു ഫ്രേസാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി, എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തോ ഒരു ഫ്ലാപ്പായി, അത് ഗ്യാപ്പായി. ഓക്കെ, അതായത് ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലൈൻ കേബിൾ പൊട്ടിക്കാണും, ചിലപ്പോൾ ടവർ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്യാപ്പ്. അതല്ല. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ശരിക്കുള്ള അർത്ഥം? ഞാൻ നിങ്ങൾ ഹാസ്യരൂപേണ 2 എക്സാമ്പിൾ പറയാൻ പോകും. അതിന് പറയുന്നതിന് മുമ്പേ ഇതിലുള്ള കഥാപാത്രങ്ങളും സ്ഥലവും എല്ലാം സാങ്കല്പികമാണ്. ഓക്കെ, യെസ്. ഫസ്റ്റ്, ഞാൻ കുറച്ച് ദിവസം മുമ്പേ വെസ്റ്റിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമായിരുന്നു ബസ് കുണ്ടൂപ്പറമ്പ് മീൻചന്ത ബസ്സാണ്. അത് എൻ്റെ വെസ്റ്റിലെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബസ് കയറി. നിങ്ങൾക്കറിയാം, ബസ്സിലൊരു ഡ്രൈവർ, കണ്ടക്ടർ, പിന്നെ ഒരു ക്ലീനർ ഉണ്ടാവും. കിളി എന്ന് പറഞ്ഞിട്ട്, അവരെ കിളി എന്നാണ് പറയുക. ഓക്കെ, ആ കിളിയും ഉണ്ടാവും. ആ കിളിയുടെ ഡ്യൂട്ടി എന്താണ്? ഓരോരോ സ്ഥലത്ത് ബസ് എത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് വിളിച്ച് പറഞ്ഞ് ഇറക്കിക്കോളാൻ പറഞ്ഞാൽ ആളിറക്കുന്ന പിന്നെ കയറ്റുന്ന ആ ജോലിയാണ്. പാവം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ ബസ്സിൽ നിന്ന് വിട്ടു, നടക്കാവിലെത്തി. ക്ലീനർ കിളി വിളിച്ച് പറഞ്ഞു, നടക്കാവ് ഇറങ്ങിക്കോ. കുറച്ച് ആൾക്കാർ ഇറങ്ങി, കുറച്ച് കയറി പോയി. അടുത്ത സ്റ്റോപ്പെത്തി, ഇംഗ്ലീഷ് പള്ളി ഇറങ്ങിക്കോളൂ. കുറച്ചാൾ ഇറങ്ങി, കയറി. അടുത്ത സ്റ്റോപ്പ് ഫാത്തിമ ഹോസ്പിറ്റലാണ്. അവിടെ എത്തി. ഉടനെ ക്ലീനർ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ ഇറങ്ങിക്കോ. ഇത് കേട്ടതും ഫ്രണ്ടിൽ നിന്ന് ഒരു വയസ്സായ പാവം സ്ത്രീ എഴുന്നേറ്റു. ഇജ്ജ് മിണ്ടാണ്ടിരിക്കണ്ട, ഓക്ക് മീൻചന്തി ഇറങ്ങേണ്ടത്. അവിടെ ഞാൻ അതിശയിച്ചു. കറക്റ്റ്. കാരണം ആ വയസ്സായ സ്ത്രീൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, 11 വയസ്സായ. ആ കുട്ടിയുടെ പേരാ ഫാത്തിമ. അവർ ടിക്കറ്റ് എടുത്ത് മീൻചന്തയ്ക്കാണ്. അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ വിചാരിച്ചു, ഫാത്തിമ ഇറങ്ങിക്കോ വെച്ചാൽ എൻ്റെ മോൾ ഇറങ്ങിക്കോ. അതുകൊണ്ട് അവർ പ്രശ്നം അവിടെ എന്താണ്? ക്ലിയർ എന്താ പറഞ്ഞത്? ഫാത്തിമ ഹോസ്പിറ്റലായി, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം. ഇതാണ് കണ്ടക്ട് വിചാരിച്ചത്, കമ്മ്യൂണിക്കേഷൻ ചെയ്തതാണ്. പക്ഷേ അത് കൺവീൻസ് ആയില്ല. അത് റെസിപ്പിയൻറ്റിന് അത് മനസ്സിലായില്ല. അവരെന്തായി? പ്രശ്നമില്ല, സംഭവം അവർ കൺവീൻസ് അത്രയേ ഉള്ളൂ. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. മനസ്സിലായില്ലേ? നമ്പർ 1. നമ്പർ 2, നമുക്കറിയാം ഈ ടൗൺ ഏരിയയിലെല്ലാം ഈ ഉന്തുവണ്ടിയായിട്ട് ആൾക്കാർ വരും വീട്ടിന് മുമ്പ് കൂടിയൊക്കെ. കാരണം വളരെ റോഡ് അങ്ങനെയല്ലേ, ഭയങ്കര റോഡ് ചെറിയ റോഡുകളായിട്ടുണ്ടാവും. അപ്പോൾ അവർ പല സാധനവും, പച്ചക്കറികളാണെങ്കിൽ ഒരു കൂട്ടർ, തുണികൾ, പായകൾ, വിരികൾ, ബെഡ്, പല ഐറ്റങ്ങളും കൊണ്ടുവരും. ഒരു പാവം ബീഹാറി ഒരു ഉന്തുവണ്ടിയായിട്ട് വന്നു. ഇപ്പം നമുക്കറിയാം, മലയാളീസ് മാക്സിമം അങ്ങനെ പോകാറില്ല. കാരണം അത് വൈറ്റ് കോളർ ജോലിയാണ് അവർക്ക് ഇഷ്ടപ്പെടുക. അത് ഓക്കെ, അത് കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ ഉന്തി അവിടെ വന്നു ഒരു വീട്ടിന് മുമ്പ്. അപ്പോൾ ഞാനവിടെ ബസ് ഇറങ്ങിക്കൊണ്ട് വരുമ്പോൾ ഒരു വീട്ടിന് മുമ്പ് ഭയങ്കര ആൾക്കാർ, ഒരു ലഹളയൊക്കെ. ഞാൻ ഓടിച്ചൊന്ന് എന്താ അറിയാൻ വേണ്ടി ആങ്ഷ്യസ്. എന്താ സംഭവിച്ചത്? അവിടെ ചെന്നാൽ ഒരു സ്ത്രീ, മധ്യവയസ്ക സ്ത്രീ അവിടെ നിൽക്കുന്നു. കോമരന്മാർ, ആ അമ്മ പൊട്ടിത്തെറിക്കുന്നു. ഈ ബീഹാറി പയ്യൻ വണ്ടി എടുത്തിട്ട് ഈ വെള്ളക്കാടിന് കിറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ഉണ്ടായിരുന്നു. അതേമാതിരി അവനങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചു, എന്ത് പറ്റി? ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവരോട് ചോദിക്കും. ഞാൻ ബീഹാരോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ, എന്താ സംഭവം? അപ്പോൾ ബീഹാർ പറഞ്ഞു, സാർ ഞാനിങ്ങനെ എപ്പോഴും ഇന്ത്യ പറഞ്ഞു, ഞാനിങ്ങനെ എപ്പോഴും സാധനം വിൽക്കാൻ വരുമ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടല്ലേ വരിക. അങ്ങനെ വരുമ്പോൾ സ്ത്രീ അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, അത് സ്ത്രീക്ക് പിടിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, അവൻ വിളിക്കുന്നത് എന്താണ്? പായ് വിരി കിടക്ക. എങ്ങനത്തായിട്ടാണ് ഇവനവിടെ എങ്ങനെയാണ് വിളിച്ച് പറഞ്ഞത്? പായ് വിരി കിടക്ക. ഈ പായ് വിരി കിടക്ക എന്ന് പറഞ്ഞത് ആരുടെ മുമ്പിലാണ്? ഈ സ്ത്രീൻ്റെ മുമ്പിൽ. പായ് വിരി കിടക്ക എങ്ങനെ ഉണ്ടാവും? സ്ത്രീക്കത് അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ. അതിനാ പറയാം കമ്മ്യൂണിക്കേഷൻ. ഇപ്പം പറഞ്ഞതെന്തോ അവർ മനസ്സിലാക്കിയെന്തോ രണ്ടും വ്യത്യസ്തം. അത് കറക്റ്റ് കൺവീൻസ് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റ് സംഭവം മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം, വളരെ നോട്ടി ബോയ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് വേറെ സബ്ജക്റ്റാണ്. ഞാൻ പറയാം, കമ്മ്യൂണിക്കേഷനെ പറ്റി യാതൊരു താരതമ്യമില്ല. അതായത് നോട്ടി ബോയ്സ് ഒക്കെ ഉണ്ട്. ചിലപ്പം നമ്മുടെ എൻ്റെ വീട്ടിൽ മുമ്പ് കൂടി ഒരു ബക്കറ്റിൽ മീനുമായിട്ടൊരു പാവം വരും. ഒരേ മീൻ, ഒരു തരം മീനാണ് കൊണ്ടുവരിക. അപ്പം കടപ്പുറത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാൻ അറിയില്ല, എനിക്ക് എന്താണെന്ന് അറിയില്ല കറക്റ്റ്. മീനിൻ്റെ പേര് വിളിക്കും, അയില അല്ലെങ്കിൽ മത്തി അതൊക്കെ ഒന്നുകൂടെ വിളിച്ച് പറഞ്ഞ് പോയിട്ടിരിക്കും. ഒരു ദിവസം വന്നു, അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനന്ന് മാന്തളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൻ വിളിച്ചെന്താ പറയുന്നത്? മാന്താ.
അപ്പോൾ ഒരു കുട്ടി ഒരു നോട്ടി പോയാൽ അവൻ എന്താ പറയുന്നറിയോ? ഓ ഇപ്പം ചൊറിയൊന്നുമില്ല, നീ ചൊറിയുമ്പം വാ, അപ്പം പറയാം, അപ്പം മാന്തിയാൽ മതി. നോക്ക്, അങ്ങനത്തെ നോട്ടി ബോയ്സ് ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. പക്ഷെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ 2 എക്സാമ്പിളിൽ നിന്ന് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന്? ഓക്കെ.